കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായമാണ്. 11-ാം അധ്യായം അതിശയകരമായ ഒരു അധ്യായമാണ്. കാരണം അവിടെ പ്രസ്താവിച്ചിരിക്കുന്ന 1-2 കാര്യങ്ങൾ വൈരുദ്ധ്യങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതാണ്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടി. കഴുത വാഹനമൃഗമാണ്, പക്ഷേ ആരും ഒരിക്കലും കയറിയിട്ടില്ല. ഇലയുള്ളൊരു അത്തിവൃക്ഷം, ഫലമില്ല, ഇലയുണ്ട്. പ്രാർത്ഥനയില്ലാത്ത ഒരു ആലയം, വിശ്വാസമില്ലാതെ സംശയമുള്ള ശിഷ്യന്മാർ, സത്യമില്ലാത്ത പുരോഹിതന്മാർ. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതെന്ന് പറയുമ്പോൾ ആർക്കും വേണ്ടാത്ത, ഇതിനെ വാഹനമൃഗമായിട്ട് ഉപയോഗിക്കാൻ കൊള്ളുകയില്ല. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ പോയി അഴിക്കണം. അഴിക്കുമ്പോൾ ഉടനെ ചോദ്യം വരും, എന്തുകൊണ്ട് അഴിക്കുന്നു? കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. നമ്മുടെ ഇടയിലും സഭയിലും വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. ആർക്കും വേണ്ടാത്തവർ, ഒന്നിനും കൊള്ളാത്തവർ, യൂസ്ലെസ് ഫെലോസ് എന്ന് ലോകം വിളിക്കുന്നവർ. പക്ഷേ ഈ കഴുതയെക്കുറിച്ച് പഴയ നിയമത്തിലേ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ മനുഷ്യനെക്കുറിച്ചും സ്വർഗത്തിൻ്റെ പ്ലാനം നമ്മൾ അറിഞ്ഞിരിക്കണം. ഗർഭത്തിൽ ഉരുവാക്കുമ്പോൾ തന്നെ നിൻ്റെ അസ്ഥികൂടം സ്വർഗത്തിന് മറവായിരിക്കുന്നില്ല. നീ എന്തായി തീരുമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വെളിപ്പെടുന്ന എപ്പോഴാണ്? കാണേണ്ടവൻ കാണുമ്പോൾ, അല്ലെങ്കിൽ കണ്ടെത്താത്ത ദൂരത്താണ് അവനെങ്കിലും നിൻ്റെ അകത്തുള്ള നിലവിളി, തേങ്ങൽ കേൾക്കേണ്ടവൻ കേൾക്കുമ്പോൾ. ഈ കഴുതക്കുട്ടി കാണുന്ന ഒരു മണ്ഡലത്തിൽ നിൽക്കുകയല്ല, പക്ഷെ നിലവിളി സ്വർഗം കേട്ടു. ഇതുപോലെയാണ്, അകത്തൊരു തേങ്ങലുണ്ടെങ്കിൽ, ഒരു ദൈവത്തിൻ്റെ ആവശ്യം എനിക്കുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നി ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ, എളിയവരുടെ പീഡയും ദീർഘശ്വാസവും നിമിത്തം ഞാനിപ്പോൾ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ അതിലാക്കുമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. അവൻ കൊണ്ടുവരും, അവൻ ശിഷ്യൻ്റെ ഉടുപ്പിടിക്കും. അങ്ങനെ ശിഷ്യൻ്റെ ഉടുപ്പിടിച്ചിട്ട് നിൻ്റെ പുറത്ത് അവൻ കയറിയാൽ പിന്നെ മുട്ടുകുത്തേണ്ടവരെല്ലാം മുട്ടുകുത്തും. അവൻ നിന്നെ കൊണ്ടുപോകുന്ന മന്ദിരത്തിലേക്കാണ്, മഹത്വത്തിലേക്കാണ്, ആരാധനയിലേക്കാണ്, വെളിപ്പാടുകളിലേക്കാണ്, അനുഗ്രഹങ്ങളിലേക്കാണ്. പിന്നെ നമ്മൾ കാണുന്നത് തല വലുതായ ഹിപ്പിയായൊരു മനുഷ്യനെ പോലെ ഒരു അത്തിവൃക്ഷം. ദൂരത്ത് നിന്ന് തന്നെ ഇതിനെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ യേശു നടക്കുന്ന വഴിയിൽ നിന്ന് ഇത്തിരി നടന്നു വേണം ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ. യേശു ഏതായാലും മെനക്കെട്ട് ചെന്നു. അത്തിപ്പഴങ്ങളുടെ കാലമല്ലാഞ്ഞു എന്നൊരു വാക്ക് അവിടെ എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് ചിന്തിക്കും. കാരണം അതൊരു തെറ്റായിപ്പോയില്ലേ. പക്ഷെ ദൈവം തെറ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ ദൈവം ചെയ്യുന്നതല്ലേ ശരി? മനുഷ്യനെ അവൻ ഉണക്കി കളഞ്ഞില്ലല്ലോ. ഈ വിഷയം തന്നെ ശിഷ്യന്മാരോട് പറയുമ്പോൾ, റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് പത്രോസ് പറയുമ്പോൾ യേശുവിൻ്റെ മറുപടി കണ്ടില്ലേ? നീ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു. കണ്ടോ? അപ്പം അത്തിയോടും മലയോടും ഒക്കെയാണ് ചെയ്യുന്നത്. മനുഷ്യനോട് അവൻ ചെയ്തോ? ഇല്ലല്ലോ. സഭയെ ഉപദ്രവിക്കുന്ന ദുഷ്ടമനുഷ്യരില്ലേ? ചെയ്തോ? അവൻ ചെയ്യത്തില്ലല്ലോ. അന്നും ചെയ്തില്ല, ഇന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ചെയ്യണം. ഇങ്ങനെയുള്ള ചില സത്യങ്ങളെ, ദുരുപദേശങ്ങളെ, തടസ്സം നിൽക്കുന്ന കോട്ടകളെ, മലകളെ, ഒന്നുമില്ലാഞ്ഞിട്ടും ഉണ്ടെന്ന് കാണിക്കുന്ന ആ വ്യാപാരങ്ങളെ ഉണക്കിക്കളയാം, കടലിൽ ചാടിക്കാം. ആലയത്തിൽ വരുമ്പോഴോ വാങ്ങുന്നവരും വിൽക്കുന്നവരും എല്ലാവരും അവസാന കൈക്കാണ് ആലയത്തിൽ വരുന്നത്. പൈസ തീരുമ്പോൾ, കടം കയറുമ്പോൾ, രോഗം വരുമ്പോൾ, ശത്രുക്കൾ കൂടുമ്പോൾ, അവിടെ വരുമ്പോൾ അവിടെ ബിസിനസ് ആണെങ്കിലോ പിന്നെ എവിടെ പോകും? വാങ്ങുന്നവൻ പൈസ വേണ്ടേ? വിൽക്കുന്നവൻ വെറുതെ കൊടുക്കുമോ? ഇത് ആലയത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ല. സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി, സൗജന്യമായി കൊടുപ്പീൻ. ഹല്ലേലൂയ. അതാണ് ആലയത്തിൻ്റെ തിയറി. കഷ്ടമുള്ളവരെ, ഞെരുക്കമുള്ളവരെ, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവീൻ. അതിന് തടസ്സം ആരും നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നാൽ അത് ബിസിനസ്സാണ്. ആ ബിസിനസ് യേശു പൊളിക്കും. ആലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ അവനെ ആരെയും അനുവദിച്ചില്ല. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളത് കള്ളന്മാരുടെ ഗുഹയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ കർത്താവ് നല്ലവൻ, ആവശ്യക്കാരൻ്റെ കൂടെ നിൽക്കുന്നവൻ.
പ്രാർത്ഥനക്കാരൻ്റെ കൂടെ നിൽക്കുന്നവൻ. പിന്നെ നമ്മൾ കാണുന്നത് എന്തധികാരത്തിൽ ഇത് ചെയ്യുന്നു എന്നാണ് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും മൂപ്പന്മാർക്കും അറിയേണ്ടത്. ദേവാലയത്തിൽ ചുറ്റി നടക്കുന്ന യേശു കണ്ടോ? ദേവാലയത്തിൽ ചുറ്റി നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ ഉമ്മറത്ത് അതിൻ്റെ വീടിൻ്റെ കാർന്നവർ ചുറ്റി നടക്കുന്ന പോലെ മന്ദിരത്തിൽ യേശുവിൻ്റെ ആത്മാവുള്ളവനാണ് അധികാരം. അവിടെ വേറെ ആർക്കും അല്ല. അവിടെ പഠിച്ചവനല്ല, ഡിഗ്രി ഉള്ളവനല്ല, പണമുള്ളവനല്ല, പാരമ്പര്യക്കാരനല്ല. യേശുവിൻ്റെ ആത്മാവുള്ളവനാണ്. പുത്രത്വം പ്രാപിച്ചവനാണ് അവിടെ അധികാരം. അതുകൊണ്ടാണ് അവൻ ആലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ അവർ വന്നിട്ട് ചോദിക്കുകയാണ്, എന്തധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നത്? എന്തധികാരത്തിലാണെന്ന് പറയണ്ട, മറിച്ച് അവരുടെ പൊള്ളത്തരം ഒന്ന് എടുത്ത് പുറത്തിട്ടാൽ മതി, അവർ മിണ്ടാതായിക്കോളൂ. യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ? യേസോറിന് പറയാമോ? ഇല്ല, പറയത്തില്ല. അവർക്ക് ആലോചിക്കണം. ഒരു ഉത്തരം പറയുമ്പോൾ ആലോചിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അകത്ത് നിങ്ങൾക്ക് അറിയാം സത്യം എന്താണെന്ന്, പക്ഷെ അത് പറയത്തില്ല. അപ്പോൾ ആലയത്തിലെ മൂപ്പന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ ഇപ്പോൾ എന്താണ്? ഡിപ്ലോമാറ്റ്സ് ആണ്. സത്യമല്ല വിഷയം, പറഞ്ഞു ജയിക്കുക എന്നുള്ളതാണ് വിഷയം. യേശു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതെന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നുവെന്ന് ഞാനും പറയുന്നില്ല, പക്ഷേ അത് പറയും പിന്നീട്. എൻ്റെ മക്കൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. വരുവാനുള്ള തലമുറ നിങ്ങൾക്ക് അറിയിച്ചു തരും. ആലയം ആരുടേതാണെന്ന് അവർ കാണിച്ചു തരും. പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലാകും. അത് ആശ്ചര്യകരമാണ്. അത് ദൈവപ്രവൃത്തിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന സ്വർഗം സഹായിക്കട്ടെ. റിജക്റ്റഡ് ആയവരെ ഉദ്ധരിക്കുന്ന, അകത്ത് സത്യമുള്ളവനെ മാനിക്കുന്ന, സംശയമുള്ളവൻ്റെ സംശയം മാറ്റി വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, പ്രാർത്ഥനക്കാരനെ ആവശ്യക്കാരനെ തള്ളിക്കളയാത്ത സ്വർഗം യേശു പിതാവ് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ, കൂടെ ഇരിക്കട്ടെ. ആമേൻ.